ാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. സർ, ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു അലംഭാവമുണ്ട്, സൈന്യം ഇറങ്ങണമെന്നാണ് കുടുംബം ഇപ്പോൾ നമ്മളോടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിൽ അങ്ങ് കഴിഞ്ഞ ദിവസം മുതൽ നേരിട്ടിടപെടുകയാണല്ലോ, എന്താണ് സർക്കാർ നൽകുന്ന മറുപടി? ഞാൻ കുടുംബവുമായി സംസാരിച്ചു. സർക്കാരുകൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ടല്ല ഞാൻ ഇതിനകത്ത് ഇറങ്ങി പുറപ്പെട്ടത്. മാധ്യമങ്ങൾ തന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് അന്വേഷിച്ച് അപ്പോൾ തന്നെ എന്റെ സംവിധാനത്തിലുള്ള പാർട്ടിയുടെ MP-മാരെ വിളിച്ചു പറഞ്ഞു. അതിൽ ഒരാൾ ആ പ്രദേശത്തെ MP-യാണ്, ഹെഗ്ഡേജി. അദ്ദേഹം അവിടെ ഓടിയെത്തുകയും അദ്ദേഹം എനിക്ക് തന്ന റിപ്പോർട്ടും കേട്ട റിപ്പോർട്ടുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടെ അന്നേരം തന്നെ നല്ല കഠിനമായ പ്രയത്നം നടത്തുന്നവരുണ്ടായിരുന്നു. അവിടെ മുതൽ ഏതാണ്ട് ഉച്ചയ്ക്ക് 11 മണിക്ക് അവർ തുടങ്ങിയെന്നാണ് പറയുന്നത്. വളരെ കാര്യപ്രസക്തമായ ജോലികളിൽ ഏർപ്പെട്ടു തുടങ്ങി. അതിനുശേഷം പിന്നെ കൂടുതൽ ഫോഴ്സസ് ആവശ്യമാണെന്ന മനസ്സിലാക്കലിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും അവരെല്ലാം വന്ന് അവരുടെ ഇന്നിപ്പോ റഡാർ വെത്തി അവിടെ നേരിട്ട് നിരീക്ഷിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം കേന്ദ്രമന്ത്രി അവിടെ കുമാരസ്വാമി അദ്ദേഹം അവിടെ ഇന്ന് എത്തുന്നുണ്ട്, എത്തിക്കാണും ഈ സമയം കൊണ്ട്. മറ്റു മന്ത്രിമാരും കർണാടകത്തിലെ മന്ത്രിമാരടക്കം ഇവിടെ നിന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശമടക്കമുള്ള ഉദ്യോഗസ്ഥരും കാസർഗോഡ് നിന്ന് അവിടെ പോയി എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് കൂടുതൽ ഫോഴ്സിനെ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി അവർ ചെയ്യുന്നുണ്ട്. ഒരു സംവിധാനത്തിനൊരു രീതിയുണ്ട്. അതിനകത്ത് നമുക്ക് ഇമോഷൻ എന്ന് പറയുന്നതിന്റെ ഒരു പ്രഷർ അവരുടെ മേൽ ഒരു ആഘാതമായി വീണാൽ നമുക്കൊരു റിസൾട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനമെന്ന് പറയുന്നതെല്ലാം ഭയങ്കര സമ്മർദ്ദത്തിലായി പോകും. ഇപ്പോ വളരെ കൃത്യമായിട്ട് അവര് അങ്ങനെ രക്ഷപ്പെടുത്തി വരുന്ന അംശങ്ങളെ മുഴുവൻ വേഗം എത്തേണ്ടിടത്ത് എത്തിക്കേണ്ട രീതിയിൽ റോഡ് സംവിധാനം വരെ ഇന്നലെ രാത്രി ചെളി നീക്കിയിട്ടുണ്ട്. അവിടുത്തെ ചെളിയുടെ ഘടന, അതുപോലെ തന്നെ അവിടുത്തെ റഡാർ സംവിധാനം കൊണ്ടുവന്ന് കൃത്യമായി സ്പോട്ട് ചെയ്യാൻ ഒരു ഡെപ്തിന് താഴേക്ക് സാധിക്കുന്നില്ല. കാരണം ചെളിയുടെ കനം കാരണം. ഇങ്ങനെയൊക്കെയുള്ള ഇടിഞ്ഞു വീഴാനായി കാത്തു നിൽക്കുന്ന മറ്റു 2 മലകൾ, ഇതെല്ലാം അവിടെ ഭീതിയുടെ ഒരു സിറ്റുവേഷനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ടും ചെയ്യാവുന്നതിന്റെ പരമാവധി അവിടെയുള്ള സർക്കാർ നിർദ്ദേശിച്ചിട്ടാണോ അല്ലെങ്കിൽ കർത്തവ്യ ബോധത്തോടെയാണോ വിഭാഗങ്ങളെല്ലാം കാര്യമായി തന്നെ ഇടയ്ക്കെപ്പോഴെങ്കിലും നിർത്തിവെക്കുന്നുണ്ടെങ്കിൽ ജീവാപായം ഇതിന്റെ സ്റ്റാൻഡേർഡ്സും മുഴുവൻ പാലിച്ചുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ മണ്ണിടിച്ചിൽ ഇത് അവിടെ നിന്ന് ഈ ഡെബ്രി ഒന്ന് നീക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കൂടുതൽ അപകടങ്ങൾ ഇതിനെല്ലാം. ശ്രീ സുരേഷ് ഗോപി, അങ്ങ് പറയുന്നതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ ആ ഡെബ്രി, അതിനടിയിൽ കിടക്കുന്ന മനുഷ്യൻ, അത് 100 മണിക്കൂറിൽ അധികമായി ആ മണ്ണിനടിയിലുണ്ട്. അപ്പോൾ ആദ്യത്തെ മണിക്കൂറുകൾ അങ്ങേക്കും അറിയാമല്ലോ, ഗോൾഡൻ അവേഴ്സ് ആണ് മിസ്സാകുന്നത് ഒരാളെ ജീവനോടെ മണ്ണിന് പുറത്തേക്ക് എത്തിക്കുന്നതിന്. ഇന്നലെ തുടങ്ങിയ മണ്ണ് നീക്കം അത് 6 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാമായിരുന്നു. പക്ഷേ അത് 8:30 നിർത്തുകയാണ്. സ്വിച്ച് ഇട്ട പോലെ 8:30 നിർത്തുന്നു. മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മള് ഈ ദൂരെ ഇരുന്നു കൊണ്ട് ഇപ്പൊ ഞാനും അതിനകത്തൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഇതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് എപ്പോ വീഴ്ച സംഭവിച്ചു, അത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. ഇതെല്ലാം പിന്നീട് ഇപ്പൊ ഇതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കാനൊക്കത്തില്ല. കിട്ടുന്ന ഫോഴ്സസിനെ വെച്ച് എത്രയും പെട്ടെന്ന് ആ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് ആവാതെ അതൊരു മറ്റു തരത്തിലുള്ള അവറായി മാറാതെ നമുക്ക് ഇത് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനും അത് പ്രകടമായി നമുക്ക് ഫലം ഉളവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും എല്ലാവരും നൽകണമെന്ന് മാത്രമേ ഞാൻ മറ്റൊരു ഇതുപോലെയുള്ള ഘട്ടങ്ങളിൽ വേദനിക്കുന്ന മനുഷ്യരെന്ന നിലയ്ക്ക് പറയും. ശ്രീ സുരേഷ് ഗോപി, ഇപ്പോൾ നോക്കൂ, ഇവിടെ നിന്നായാലും ഈ കത്തെഴുത്തൊക്കെ നടക്കുന്നുണ്ട്. കൃത്യമായി ഇടപെടലുകൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? അപകടം നടന്നത് 16-ാം തീയതിയാണ്. അതിന്റെ അടുത്ത 2 ദിവസവും ഒരു തെരച്ചിലും നടന്നിട്ടില്ല. അത് കുടുംബാംഗങ്ങൾ, അർജുന്റെ ഭാര്യ സഹോദരൻ അന്ന് മുതൽ അവിടെയുണ്ട്, ലോറി ഉടമ അവിടെയുണ്ട്. അവരെല്ലാവരും അവിടെ നിന്ന് നേരിട്ട് കണ്ട കാര്യമാണ്. നമ്മൾ 2 പേരും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഈ കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നുണ്ട്, ആദ്യ ദിവസങ്ങളിൽ ഒന്നും നടന്നില്ല. GPS സിഗ്നൽ കിട്ടിയത് എവിടെ നിന്നാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെയൊന്നും തെരച്ചിലേ നടന്നില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് ഇനി അന്വേഷിക്കേണ്ട കാര്യം. ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുകയല്ല. ആ ഗോൾഡൻ അത് എക്സ്റ്റെൻഡഡ് ആയി പോയെങ്കിൽ അത് മിസ്സിംഗ് ആകാതിരിക്കാനുള്ള ശ്രമം നടത്തണമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്കിത് ചർച്ച ചെയ്ത് ഇത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശപ്പെട്ട രീതിയിലുള്ള
ചർച്ചകളിലേക്ക് വഴിതിരിച്ചു വിടാൻ മാത്രമേ സാധിക്കൂ. ഇവിടെ രാഷ്ട്രീയമാരും കാണരുത് എന്ന് മാത്രമേ ഞാൻ പറയൂ. ഒരിക്കലും ഇതിൽ രാഷ്ട്രീയമില്ല ശ്രീ സുരേഷ് ഗോപി. അങ്ങ് അത് അങ്ങനെ തന്നെ പ്രതികരിച്ച ആ കാര്യവും നമ്മൾ അംഗീകരിക്കുന്നു. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ വിഷയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? പിന്നെ തീർച്ചയല്ലേ, അല്ലെങ്കിൽ പിന്നെ കുമാരസ്വാമി അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് വിടുക, ഇതെല്ലാം ഇതിനിടയ്ക്കൂടെ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ അതിനൊന്നും അല്ല നമ്മൾ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അവിടുത്തെ പ്രവർത്തനമാണ് പ്രധാനം. ആര് വന്നു പോയി ഒന്നും ഉള്ളതല്ല. അവരാരും വന്ന് കായികാധ്വാനം നടത്താനും പോകുന്നില്ല. പക്ഷെ അവരൊക്കെ വരുമ്പോ ഈ കർമ്മ പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്വവും അവർക്ക് അതിനകത്തു നിന്നൊരു ഊർജവും ചിലപ്പം ലഭിക്കും. അത് തന്നെയാണ് സാധ്യമാവുന്നത്. കർണാടകത്തിലെ മന്ത്രിമാരും അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മന്ത്രിമാരും ഞാൻ അറിയുന്നത് എത്തും എന്നാണ്. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ സുരേഷ് ഗോപി. കേന്ദ്ര സഹമന്ത്രിയാണ് നമ്മളോട് പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് വിവിധ സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്ന്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്.